നമസ്കാരം, ഞാൻ രമേശ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ ടൂറിസം വ്ളോഗ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കന്യാകുമാരിയിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. ഏവർക്കും നമ്മുടെ BSR വിഷ്വൽ മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. രാവിലെ കന്യാകുമാരിയിലേക്കുള്ള യാത്രയിലാണ്. നാറൂർ ടൗൺ റെയിൽവേ സ്റ്റേഷൻ അതുണ്ടോ, ഇവിടെ ഓട്ടോയും ആൾക്കാരെല്ലാം ഉണ്ട്. ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്, വടശ്ശേരിയിലേക്ക് പോകാനുള്ള ബസ്. ആ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഓട്ടോ ഉണ്ട്, ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട്. ഓട്ടോയിൽ പോകുന്നവർക്ക് വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഓട്ടോയിൽ പോവാം. ആണോ, വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ പോകാം. ഓട്ടോയ്ക്ക് ഉള്ളൂ. ഇതിന് പേരുണ്ട് ഒരാൾ 100 രൂപ. 100 രൂപ കേട്ടല്ലോ. ഇവിടെ നിന്ന് വടശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ 100 രൂപയാണ് ചാർജ്. കാരണം അവർക്ക് റിട്ടേൺ കിട്ടൂല ഇവിടെ, അതുകൊണ്ടാണ് ആ ചാർജ്. വടശ്ശേരി ബസ്, ഈ ബസ്സിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇത് കയറി വടശ്ശേരി ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കന്യാകുമാരി ബസ്സിൽ കയറി പോകാം. ഓക്കെ, ഇതാ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. കണ്ടോ, അതാണ് ബസ്. ഈ ബസ്സിനാണ് നമ്മൾ വന്നത്. ഇതൊന്ന് ഇതാ ടൗൺ റെയിൽ നിലയം, ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഇതിലേക്കുള്ള ബസ്സാണ്. അവിടെ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ വരും വടശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക്. 15 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതായത് നമ്മൾ ബസ്സാണെങ്കിൽ ഓട്ടോ ആണെങ്കിൽ 100 രൂപ കൊടുക്കേണ്ടി വരും. ഉണ്ടോ, അതാണ് ഈ ബസ്സാണ്. ഓരോ ട്രെയിന് വരാൻ നേരത്തും ഇവർ ട്രിപ്പ് അടിച്ച് വരുമ്പോൾ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടെ ഒരു ബസ്സേ ഉള്ളൂ. ട്രെയിനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ സ്റ്റേഷന് പുറത്ത് വന്ന് ഈ ബസ്സിൽ കയറിക്കൊള്ളണം. പിന്നെ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായാലും ഒരു അരമണിക്കൂറെങ്കിലും ആവും അടുത്ത ബസ് വരെ. ഓക്കെ, ഇതാണ് വടശ്ശേരി ബസ് സ്റ്റാൻഡ്. ഓക്കെ, ഇതാണ് നാഗർകോവിൽ ക്രിസ്റ്റോഫർ ബസ് സ്റ്റാൻഡ്. ഓക്കെ, നാഗർകോവിൽ വടശ്ശേരി ക്രിസ്റ്റോഫർ ബസ് സ്റ്റാൻഡ് ഇതാണ്. ഇവിടെയാണ് തിരുവനന്തപുരത്തുള്ള അവിടെ നിന്നുള്ള ബസ്സൊക്കെ ഇവിടെ വന്നാണ് പോകുന്നത്. ഓക്കെ, ആണ് ബസ് സ്റ്റാൻഡ്. ഓക്കെ, തിരുവനന്തപുരത്തൊന്നും ട്രെയിനുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നാഗർകോവിലേക്ക് ഇഷ്ടംപോലെ ട്രെയിനുണ്ട്. ഒരു 8-10ഓളം ട്രെയിൻ ദിവസം വരുന്നുണ്ട്. അത് ട്രെയിൻ വരാൻ നേരത്ത് നാഗർകോവിൽ ടൗണാണോ നാഗർകോവിൽ ജംഗ്ഷനാണോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ കന്യാകുമാരിയിൽ പോകുന്നതാണെങ്കിൽ കന്യാകുമാരി ട്രെയിനാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി വേണം ഇങ്ങോട്ട് വരാൻ. നാഗർകോവിൽ ടൗണാണെങ്കിൽ, അതായത് മധുര, തിരുനെൽവേലി ആ റൂട്ടൊക്കെ പോകുന്ന ട്രെയിനാണെങ്കിൽ തിരുനെൽവേലി ടൗൺ വരെ പോകും. നാഗർകോവിൽ കന്യാകുമാരി ട്രെയിൻ മാത്രമാണ് നാഗർകോവിൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൂ. നാഗർകോവിൽ ജംഗ്ഷനിൽ പോയാലും അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് ബസ് കിട്ടും. അവിടെ ഇറങ്ങി ബസ്സിൽ പോവാം. അല്ലാന്നുണ്ടെങ്കിൽ കന്യാകുമാരിയിലേക്ക് നേരിട്ടുണ്ട്. ഇപ്പോൾ അതിരാവിലെ എന്ന ട്രെയിനുകളൊക്കെ ഉണ്ട്. അത് റെയിൽവേ സ്റ്റേഷനിൽ ചോദിക്കണം. ഓരോ ദിവസം ഷെഡ്യൂളനുസരിച്ച് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സമയമൊന്നും കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയാത്തത്. ഓക്കെ, അത് അവിടെ മാറിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം ഓരോ ട്രെയിനായിരിക്കും, ഓരോ സർവീസായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് റെയിൽവേ സ്റ്റേഷനിൽ എൻക്വയറിയിൽ ചോദിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം വേണം ഇങ്ങോട്ടേക്ക് നാഗർകോവിലേക്ക് വരാൻ. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത് കന്യാകുമാരിയിലേക്കുള്ള ബസ് കയറി ഇവിടെ നിന്ന് ബസ് കയറി കന്യാകുമാരിയിലേക്ക് പോകണം. ഈ കന്യാകുമാരിയിലേക്ക് പോകുന്നതിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെയൊക്കെ ബസ്സിന് നമ്പറുകളാണുള്ളത്. അപ്പോൾ 1A അങ്ങനെയൊക്കെയാണ് നമ്പർ, 2, 3 അങ്ങനെയൊക്കെ നമ്പറുകളുണ്ട്. അപ്പോൾ ഇത് കന്യാകുമാരിയിലേക്ക് പോകുന്ന മിക്കവാറും 1-ാം നമ്പർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോവാം. മറ്റുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ ചുറ്റി, കാരണം കന്യാകുമാരിയിൽ നിന്ന് ഇട്ടിക്കും. പക്ഷേ ബസ്
ഉള്ള ഗ്രാമങ്ങൾ മുഴുവനും ചുറ്റി കറങ്ങി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ബസ്സിൽ കയറാൻ വെച്ചാൽ കന്യാകുമാരി ഡയറക്റ്റ് ബസ്സാണെന്ന് ചോദിച്ച് വേണം ഇവിടെ നിന്ന് ബസ് കയറി കന്യാകുമാരിയിലേക്ക് പോകാൻ. ഓക്കെ, എന്നാൽ ശരി, നമുക്കിനി അടുത്ത കന്യാകുമാരിയിലേക്ക് പോവാം. അതുകൊണ്ടോ വടശ്ശേരി ബസ്സാണ് നമ്മുടെ ബസ്. നമ്മളെ KSRTC കിടക്കുന്നുണ്ട്, സൂപ്പർ ഫാസ്റ്റ്. ഇവിടെ ബസ്സുകളൊക്കെ കേരളത്തിലേക്ക് പോകുന്ന ബസ്സൊക്കെ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ബസ്സൊക്കെ ഈ ഭാഗത്താണ് പാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഈ ഭാഗത്താണ് കേരള ട്രിവാൻഡ്രത്തേക്ക് വരുന്ന ബസ്സുകൾ. കണ്ടോ, തിരുവനന്തപുരം കണ്ടോ, ഇവിടെയാണ് വടശ്ശേരിയിലുള്ള ബസ്സൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ 20 രൂപയാണ് ചാർജ്. ട്രെയിനിൽ ട്രിവാൻഡ്രത്തുനിന്ന് ട്രെയിനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നാഗർകോവിൽ ജംഗ്ഷനാണെന്നുണ്ടെങ്കിൽ 20 രൂപയേ ഉള്ളൂ സാധാരണ പാസഞ്ചർ. പിന്നെ എക്സ്പ്രസ് ആകുമ്പോൾ റേറ്റ് കൂടും. ആ ട്രെയിനിൻ്റെ എന്ന് വെച്ചാൽ 40-45 കൊണ്ടൊക്കെയാണ് റേറ്റ്. ഓക്കെ, അപ്പോൾ അത് ചോദിച്ച് അത് റേറ്റ് എത്രയാണെന്ന് ചോദിച്ച് അതിനനുസരിച്ച് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് പോന്നോളാം. ഓക്കെ, ആണ് വടശ്ശേരി ബസ് സ്റ്റാൻഡ്. നല്ല വിശാലമായ ബസ് സ്റ്റാൻഡാണ്. ഓരോ റൂട്ടിലേക്ക് പോകുന്ന ഓരോ സ്ഥലത്തായിട്ട് അങ്ങനെ പാർക്ക് ചെയ്യുന്നത് കണ്ടോ. ഇതുപോലെ നമ്മളെ സ്ഥലത്തും തമ്പാനൂരും ഉണ്ട് അതുപോലെ കണ്ടോ. നല്ല വിശാലമായ ബസ് സ്റ്റാൻഡാണ് കണ്ടോ, നല്ല വലിപ്പമുണ്ട്. കന്യാകുമാരി ബസ് വന്നിട്ടുണ്ട്. ഈ ബസ്സിൽ ഞാൻ കയറിയാണ് കേട്ടോ. ഇത് ഡയറക്റ്റ് ബസ്സാണ്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് വിവേകാനന്ദപുരത്താണ്. കന്യാകുമാരിയിലെ വിവേകാനന്ദപുരത്താണ് ഞാനുള്ളത്. ഇവിടെ ഞാൻ ഇറങ്ങാൻ കാരണം ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കന്യാകുമാരി ബീച്ചിലേക്ക്. വടശ്ശേരി നിന്ന് 20 രൂപ ടിക്കറ്റ് എടുത്ത് വിവേകാനന്ദപുരത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനടുത്താണ് വിവേകാനന്ദ കേന്ദ്രം ഉള്ളത്. സ്വാമിജി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരംഭിച്ച ഈ കേന്ദ്രത്തിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ടുള്ള മുറികളുണ്ട്. വൃത്തിയും വെടിപ്പുമുള്ള നല്ല മുറികളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല പ്ലേ ഗ്രൗണ്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലുണ്ട്, ലൈബ്രറി ഉണ്ട്, ക്യാൻറ്റീനുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ഈ ക്യാൻറ്റീനിലൊന്നും നോൺ വെജ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് നോൺ വെജ് എല്ലാം കഴിക്കണമെങ്കിൽ നമ്മൾ പുറത്ത് വെച്ച് വേണം കഴിക്കാൻ, പുറത്തുനിന്ന് കഴിക്കാം. പിന്നെ ഇവിടെ സൂര്യോദയം കാണാം. സൂര്യോദയം കാണാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ നിന്ന് ഈ വിവേകാനന്ദ കേന്ദ്ര എൻട്രൻസിൽ നിന്ന് ഏകദേശം ഒരു 700 മീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വിശാലമായ ഒരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിനപ്പുറത്ത് വന്ന് നല്ല മനോഹരമായ കടൽ തീരമാണ്. ആ കടൽ തീരത്തിന് അവിടെ എപ്പോഴും ലോക്കിട്ടിരിക്കും. അങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റില്ല, മതിൽ കെട്ടും ഒരു ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഒരു പ്രത്യേക സീസൺ വരാൻ നേരത്തെ കടൽക്ഷോഭമൊന്നും ഇല്ലാത്ത നല്ലൊരു സീസൺ വരാൻ നേരത്ത് അവിടുത്തെ ലൈഫ് ഗാർഡിൻ്റെ സാന്നിധ്യത്തിൽ സഞ്ചാരികൾക്ക് കടൽ തീരത്തേക്ക് ഇറങ്ങാം. പിന്നെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ വിവേകാനന്ദ റോക്ക് കാണാം, തിരുവള്ളൂർ റോക്ക് കാണാം. സൂര്യോദയം കാണാൻ ഇതിൽ പരം നല്ലൊരു സ്ഥലം കന്യാകുമാരിയിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം അത്ര മനോഹരം. പക്ഷേ ഇപ്പോൾ സൂര്യോദയം നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇവിടെ മഴക്കോളുള്ളതുകൊണ്ട് മേഘമൊക്കെ മൂടിക്കെട്ടിയുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ സൂര്യോദയം കാണാൻ നിർവാഹമില്ല. മറ്റൊരു അവസരത്തിൽ ഞാൻ സൂര്യോദയം ഞാൻ കാണിക്കാം. ഇപ്പോൾ ഏതായാലും നമുക്ക് വിവേകാനന്ദ കേന്ദ്രയിലെ അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ സംവിധാനവും അവിടുത്തെ കാഴ്ചകളും നമുക്ക് കണ്ടുവരാം. ഏവർക്കും BSR വിഷ്വൽ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇത് കണ്ടോ, ഇതാണ് കന്യാകുമാരിയിലേക്കുള്ള പ്രവേശന കവാടം. കണ്ടോ, കന്യാകുമാരി വരവേൽക്കുന്നത്, വെൽക്കം ടു കന്യാകുമാരി. ഇതിന് സമീപത്തായിട്ടാണ് അതുകൊണ്ട് ബൈക്കിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നത്. അവിടെയാണ് ടോൾ ഗേറ്റിൽ നിന്ന് പിരിവ് അവർ കളക്ഷൻ ചെയ്യുന്നത്. ഇന്ന് രാവിലെ ആരെയും കാണാനില്ല, വരുമായിരിക്കും. അതിന് തൊട്ടപ്പുറത്താണ് വിവേകാനന്ദ കേന്ദ്രം ഉള്ളത്. വളരെ റൂമൊക്കെ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റും വളരെ സുരക്ഷിതവും കപ്പിൾസിനൊക്കെ വന്ന് താമസിക്കാം. വളരെ സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഓടി നടന്ന് കളിക്കാനുള്ള നല്ല പാർക്കുണ്ട്. ഓക്കെ, നല്ല അങ്ങനെ വിശാലമായ ഒരു വളരെ സുരക്ഷിതമായ ഒരു സ്ഥലമാണ് വിവേകാനന്ദ കേന്ദ്രം. അപ്പോൾ നമുക്ക് അവിടത്തേക്കുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് എൻട്രൻസ് ഫീ ടോൾ ഗേറ്റ്. കണ്ടോ, അതൊന്ന് ബസ്സിന് 100 രൂപ,
വാൻ സുമോ ഇന്നോവയ്ക്ക് 70 രൂപ, മാരുതി സ്വിഫ്റ്റ് ഇൻഡിക അംബാസഡർ എന്നിവയ്ക്ക് വന്ന് 50 രൂപ. അവിടെയാണ് ഈ വാഹന നുഴവ് കട്ടണ വസൂൽ മയ്യം, എൻട്രൻസ് ഫീ ടോൾ ഗേറ്റ്, പ്രവേശന ഫീസ് ടോൾ ഗേറ്റ്. ഓക്കെ, ഇതാണ് വേണ്ട ഗോപുരം. ഇത് കന്യാകുമാരിയിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് ഇതാ കാണുന്നത്. ഇതാണ് വിവേകാനന്ദ കേന്ദ്രയിലേക്കുള്ള എൻട്രൻസ്. നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് വിവേകാനന്ദ കേന്ദ്ര. കണ്ടോ, ഇതാണ് വിവേകാനന്ദ കേന്ദ്ര. ഇവിടെ എല്ലാ ബസ്സുകളും വന്ന് നിൽക്കും. കണ്ടോ, ബസ്സുകളൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ടോ. ഇവിടെ എല്ലാ ബസ്സും വന്ന് നിന്നേ പോകുള്ളൂ. ഇതാണ് വിവേകാനന്ദ കേന്ദ്ര. ഉണ്ടല്ലോ, ഇത് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള വേണ്ട കേന്ദ്രങ്ങളിൽ പുറത്തേക്ക് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിവേകാനന്ദ കേന്ദ്രയിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇവിടെ വന്ന് SBI, ഭാരത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുകൊണ്ട്, പിന്നെ ഹോട്ടലുണ്ട്. ചിത്ര വിവേകാനന്ദ കേന്ദ്ര കോംപ്ലക്സിനകത്ത് ഒരു ഹോട്ടൽ ചിത്ര എന്നുള്ള ഇതുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ വിവേകാനന്ദ കേന്ദ്രയുടെ വിവേകാനന്ദപുരം, വിവേകാനന്ദ കേന്ദ്ര കണ്ടോ, ബോർഡ് ചെയ്യുന്നുണ്ടോ, വിവേകാനന്ദ കേന്ദ്ര. പിന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചോദിച്ചിട്ട് പോവാം. മുകളിലൊരു മയിൽ കണ്ടോ, 2 മയിൽ ഇരിക്കുന്നുണ്ടോ, പ്രവേശന കവാടമാണ്. ഇത് കണ്ടോ, വെൽക്കം ടു ശ്രീ രാമായണ ദർശനം. അതിനകത്ത് വലിയൊരു AC എയർ കണ്ടീഷൻ ചെയ്ത വലിയൊരു മണ്ഡപമുണ്ട്, വലിയൊരു മണ്ഡപം. അതിനകത്തുനിന്ന് രാമായണത്തിൻ്റെ കഥയെ കുറിച്ചുള്ള ആലേഖനം ചെയ്ത ഇത് ചിത്രങ്ങളുണ്ട്. അതിൻ്റെ സ്റ്റോറി ബോർഡുമുണ്ട്. അതൊന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ട് ഒരു പ്രാവശ്യം ഞാൻ നോക്കിയായിരുന്നു. അതിനകത്ത് ഒന്ന് ക്യാമറ കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഒന്ന് നോക്കി വരാനേ ഉള്ളൂ. പക്ഷേ ഒരുപാട് സമയം പിടിക്കും കേട്ടോ. ഓരോന്നും സമയം എടുത്ത് 2-3 മണിക്കൂറെങ്കിലും ആവും അതിനകത്തൊന്ന് നോക്കി വരാം. ഓക്കെ, വെൽക്കം ടു ശ്രീ രാമായണ ദർശനം, ഭാരത് മാതാ സദനം. ഇതിനകത്തൊരു വലിയൊരു മ്യൂസിയമുണ്ട്, എയർ കണ്ടീഷനുള്ള ഒരു മ്യൂസിയം. ആ മ്യൂസിയത്തിൻ്റെ അവിടേക്കാണ് അവർ സ്വാഗതം ചെയ്തിട്ടുള്ള ബോർഡ് വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളത് വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. കണ്ടോ, അതിൽ അവിടുത്തെ കുട്ടികൾ SSLC റിസൾട്ട് നല്ല ബെസ്റ്റ് മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ ഫോട്ടോയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് അങ്ങനെ ഒരു സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റേ കേന്ദ്ര വിദ്യാലയമല്ല, ഇത് വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ, വിവേകാനന്ദ കേന്ദ്രയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ മുഴുവനും വിവേകാനന്ദ സ്വാമിയുടെ വചനങ്ങൾ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല കണ്ടോ, എന്തൊരു വളരെ ശാന്തമായ ഒരു സ്ഥലമാണ്. പുറത്തുള്ള ഒരു ഉച്ചയും ബഹളമൊന്നും ഇതിനകത്തില്ല. നല്ല വൃത്തിയും വെടിപ്പുമുള്ള ഒരു സ്ഥലമാണ് വിവേകാനന്ദ കേന്ദ്രം. നമ്മൾ മുമ്പോട്ട് പോകാം. ടൂറിസ്റ്റ് ബസ് പോകുന്നുണ്ടോ, വിവേകാനന്ദ കേന്ദ്രയിലേക്ക് പോവുക. ഓട്ടോ ടൂറിസ്റ്റുകൾ വരുന്നതാണ് ഇവിടെ. ഓക്കെ, ഇതാ കണ്ടോ, ഇത് ഈ മണ്ഡപമാണ് രാമായണ സ്റ്റോറി കഥ പറയുന്ന
ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് വെച്ചിട്ടുള്ള വലിയൊരു മണ്ഡപം. ഓക്കെ, പ്രവേശന കവാടത്തിൽ നിന്ന് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ വലതുവശത്തായി കാണുന്ന മനോഹരമായ വൃന്ദാവനം. ഇവിടെ ഭാഗത്തായിട്ട് SBI ബാങ്ക് കാണാം. കണ്ടോ, SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്ക്, ഇവിടുത്തെ ശാഖ. ഓക്കെ, നമ്മൾ ഇപ്പോൾ വിവേകാനന്ദ റിസപ്ഷൻ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. റിസപ്ഷൻ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അതിൻ്റെ വിശദമായ കാഴ്ചയിലേക്ക് വരും ദിവസങ്ങളിലേക്ക് ഇത് കാണാം. ഓക്കെ, ഇതാണ് വിവേകാനന്ദ കേന്ദ്രയിലെ റിസപ്ഷൻ. ഇവിടെ വന്നാണ് നമ്മൾ ഇവിടുത്തെ റൂം ബുക്ക് ചെയ്യേണ്ടത്. ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. വിവേകാനന്ദ കേന്ദ്ര എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ വിവേകാനന്ദ കേന്ദ്ര കന്യാകുമാരി നിന്ന് ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് വഴി നമുക്ക് ഇവിടെ റൂം ബുക്ക് ചെയ്യാം. സീസൺ സമയത്തൊക്കെ വന്ന് സീസൺ സമയമാകുമ്പോൾ ഇവിടെ വന്ന് ഏകദേശം ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ മാസങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ സീസൺ. ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ആ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് പിന്നെ ഓണം സമയത്ത് നല്ല തിരക്കാണ് കേട്ടോ. ഓണം ആ സമയത്ത് സെപ്റ്റംബർ മാസം മുതലേ പിന്നെ അങ്ങ് സീസൺ ആരംഭിക്കുകയാണ്. അപ്പോഴേ ആ സമയം മുതൽക്ക് ഇവിടെ നല്ല റഷായിരിക്കും റൂം കിട്ടാൻ. കാരണം ചീപ്പ് ആൻഡ് ബെസ്റ്റും വളരെ സുരക്ഷിതമായിട്ടുള്ള റൂമുള്ളതുകൊണ്ടേ ഇവിടെ പെട്ടെന്ന് ബുക്കാവും. പുറത്തുള്ള അധികം പേർക്ക് അറിയില്ല ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്ന്. കണ്ടോ, അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടോ. ഓക്കെ, പിന്നെ വളരെ വലിയ ഇവിടെ ഈ കേരള ഹൗസും തമിഴ്നാട് ഇതൊക്കെ ഉണ്ട്. കേരള ഹൗസും തമിഴ്നാട് ഹൗസൊക്കെ ഉണ്ട്. എന്നാൽ പോലും VIP ഒക്കെ വന്ന് ഇവിടെ ഒന്നും എടുക്കാറുണ്ട്, റൂംസൊക്കെ എടുക്കാറുണ്ട്. അവർ സൂട്ട് അതുപോലത്തെ ഫെസിലിറ്റിയുള്ള റൂംസ് ഇവിടെ എടുക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് ചെന്ന് നോക്കാം. റിസപ്ഷനിൽ ഇതൊക്കെയാണ് റൂം റെൻറ്റ് കേട്ടോ. ഇവിടുത്തെ ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ കണ്ടോ. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാണ്, നോട്ട് ചെയ്തോളൂ. കണ്ടോ, 3 ബെഡ്റൂം 300 രൂപയുള്ളൂ. GST ഉണ്ടാവും. ഉണ്ടോ, കൈൻഡ്ലി ബുക്ക് ഓൺലൈൻ. യാത്ര VRMVK.organization ഈ QR കോഡിലാണ് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഉണ്ടോ, ഇത് അഡ്വാൻസ് ബുക്കിംഗ്. മിനിമം 3 days, മാക്സിമം 60 days. ചെക്ക് ഇൻ ഔട്ട് ഈസ് 12 മണി മുതൽ 10 മണി വരെ. ഓക്കെ, ഉച്ചയ്ക്ക് 12 മണി മുതൽ രാവിലെ 10 മണി വരെയാണ് ചെക്ക് ഇൻ ഔട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. കണ്ട താക്കോലൊക്കെ ഓരോ ഇതാണ്. കാശി, അയോധ്യ, അങ്ങനെ ഓരോന്നും ഓരോ സെക്ഷനായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. മനസ്സിലായി, അതിനൊക്കെ ഉള്ള താക്കോല്, അതിൻ്റെ റൂമിൻ്റെ കീയൊക്കെ ഇവിടെയാണ് അവരിട്ടിട്ടുള്ളത്. റിസപ്ഷൻ കൗണ്ടറാണ്. പിന്നെ കണ്ടോ, വളരെ വൃത്തിയും എടുപ്പമുള്ള നല്ലൊരു ഫെസിലിറ്റീസുള്ള നല്ലൊരു ഇതാണ്. കണ്ടോ, വിസിറ്റേഴ്സിന് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഇതൊന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ ഇവിടുത്തെ ഇന്ത്യയുടെ മാപ്പുണ്ട്. ഓക്കെ, പിന്നെ ലഗേജ് ഹിയർ. ലഗേജൊക്കെ തങ്ങളത് ഉടമയിൽ ഇന്ത്യ വയ്ക്കും. ലഗേജ് വയ്ക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ സൗകര്യമുണ്ട്. ഓക്കെ, ഉണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ കേട്ടോ. വിവേകാനന്ദ കേന്ദ്രയിലെ ക്യാൻറ്റീനാണ്. രാവിലെ 7 മണിക്ക് ഓപ്പൺ ചെയ്യും. വെജിറ്റേറിയൻ മാത്രമേ കിട്ടത്തുള്ളൂ. 7 മണിക്ക് ഓപ്പൺ ചെയ്യും. എന്നിട്ട് വൈകിട്ട് ഒരു 8-9 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ,
ഇത് ഇവിടുത്തെ വിവേകാനന്ദ കേന്ദ്രയിലെ പബ്ലിക് റിലേഷൻ ഇൻഫർമേഷൻ സെൻറ്റർ. ഓക്കെ, ഇതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് കാര്യമാണ് ഇവിടെ എപ്പോഴും സാറുണ്ടാവും. അപ്പോൾ ഇവിടെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആവശ്യം അത് അവർ പറഞ്ഞു തരും. പിന്നെ ഇവിടെ ബുക്ക് സ്റ്റാളാണ്, കേട്ടോ. ബുക്ക് സ്റ്റാള് ഇവിടെ വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചുള്ള ബുക്സാണുള്ളത്. ആദ്യത്തെ ക്യാമറ അലോഡ് അല്ലായിരിക്കും, നമ്മളത് അല്ല. അപ്പോൾ അതിനുള്ള ബുക്സ്, ആവശ്യമുള്ള ബുക്സ് വാങ്ങിക്കാം. ഇത് ഇവിടെ വന്ന ശേഷം നമുക്ക് എവിടെയെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ ടൂർ പോകണമെങ്കിൽ അതിനുള്ള ടൂർ ഓപ്പറേറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. അവരെ നമുക്ക് അര ദിവസത്തെ ട്രിപ്പാണെങ്കിൽ അത്, ഒരു ദിവസത്തെ ട്രിപ്പാണെങ്കിൽ അത്, ഒരു ദിവസം ഫുള്ളുമായിട്ടുള്ള ട്രിപ്പാണെങ്കിൽ അത് നമുക്കിവിടെ അവർ അറേഞ്ച് ചെയ്ത് തരും. ഉണ്ടോ, അല്ല ഹാഫ് ഡേ ഡിസ്ട്രിക്ട് ടൂറ് എല്ലാം ഉണ്ട്, 1 ഡേ ടൂറ് എല്ലാം ഉണ്ട്. കളർപേഡ് അയക്കുന്നു. ഓക്കെ, ഇവിടെ വന്നാൽ അതിനുള്ള ഇൻഫർമേഷൻ കിട്ടും, അതിനുള്ള അക്കോമഡേഷൻ എല്ലാം അവർ ചെയ്തു തരും. ഓക്കെ, ഇവിടെ മാത്രമല്ല, കന്യാകുമാരി ജില്ല മാത്രമല്ല, തമിഴ്നാട് ആകെ ഉള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള ടൂർ ഓപ്പറേറ്റ് ഇവിടെ നിന്ന് ചെയ്യും. ഓക്കെ, ഇതുണ്ടോ, ഇതാണ് നമ്മുടെ നേരത്തെ കണ്ട റിസപ്ഷനിൽ കണ്ടില്ലേ, ഇത് തിരുപ്പതി, അവന്തിക, കാശി, അയോധ്യ, ഈ റൂമിൻ്റെയാണ്. ഓരോ റൂമിൻ്റെ നമ്പറാണ്. ഇപ്പോൾ ദ്വാരക 501 മുതൽ 510 വരെ, മനസ്സിലായി. അങ്ങനെ ഓരോ റൂമിൻ്റെയും അത് അതിൻ്റെ എങ്ങോട്ടൊക്കെ താക്കോൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ബോർഡുണ്ട്, അതിൽ ആരോ മാർക്ക് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ പോയി റൂം ഓപ്പൺ ചെയ്യാം. ഇവിടെ നിന്ന് ആൾക്കാരും വരും, റൂം പോയി അവരുണ്ട്, അവർ കൂടെ വരും. ഇവിടെ വന്ന് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ഡോർമെട്രി റൂമൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അതുകൊണ്ട് ഒരു വാഹനം കിടപ്പുണ്ടാണ്. ആ വാഹനം ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ വന്ന് ആ വാഹനം ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി പ്രായം ചെന്നവരെയൊക്കെ അങ്ങോട്ടും ചെന്ന് കൊണ്ടാക്കും. ഓക്കെ, ഇതാണ് അന്തരീക്ഷം. സുഹൃത്തുക്കളെ, നമ്മുടെ ടൂറിസം ബ്ലോഗിലെ 1ാമത്തെ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. നമുക്ക് നാളെ 2ാമത്തെ എപ്പിസോഡ് ഉണ്ടാകും. ഇതുവരെ BSR വിഷ്വൽ മീഡിയയിൽ കൂടി നമ്മുടെ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രയിലെ വിശേഷങ്ങൾ കണ്ട എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നാളെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.